ഇന്ന് ദേ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ വൈകുന്നേരം അമ്പലത്തിൽ വന്നേക്കണേണ്ട. നമ്മുടെ അമ്പലത്തിൽ നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, കൂട്ടുകാരുടെ അമ്പലത്തിൽ സപ്താഹം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം മാക്സിമം വരാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. രാവിലെ എല്ലാ ദിവസവും കൃത്യമായിട്ട് വരാറൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് രാവിലെ തന്നെ നമുക്ക് അമ്പലത്തിൽ വന്ന് പോയി തൊഴുതൊക്കെ വന്ന് ജോലിക്ക് പോകുമ്പോഴും പഠിക്കാൻ പോകുമ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ അതേ അവിടെ ഇന്ന് ചിന്തുപാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അവസാന ദിവസത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചിന്തുപാട്ട്, കുട്ടികളുടെ പരിപാടികൾ, അങ്ങനെ അങ്ങനെ ഒത്തിരി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദേ ദീപാരാധനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നതേ നമ്മൾ ഇങ്ങനെ ഒരേ പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടൊരു അദ്ദേഹം വന്നതാണ്. അതിനുശേഷം ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഞാൻ മാത്രം കേട്ടോ, സുധു വന്നില്ല, ഞാൻ മാത്രം ഞങ്ങൾ നാളെ കൃഷ്ണന് ചേർത്താനുള്ള മാല കെട്ടാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരി ചേച്ചിയും കൂടി അവരുടെ വീട്ടിലോട്ട് പോയിട്ടാ. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ചെന്ന് മാല കെട്ടാൻ എനിക്കറിയാനൊന്നും പാടില്ല. ചേച്ചിക്ക് ഞാൻ പൂവെല്ലാം അരിഞ്ഞൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കഞ്ഞി കുടിക്കുന്ന സമയമായപ്പോഴും വീണ്ടും ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലെത്തി. കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴുണ്ടാ സുധപ്പന് നല്ലൊരു അപകടം സംഭവിച്ചിട്ട് ആ സുധുവിൻ്റെ കൈയും കാലും ഒക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി അവൻ റോട്ടിൽ ഓടിക്കളിച്ചപ്പോൾ വീണതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വേദനയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ 2 ദിവസത്തെ വീഡിയോ കേട്ടോ. പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മേക്കാട് അമ്പലത്തിൽ വരെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചായി. അപ്പം ഞാനും സുധും കൂടി ആദ്യമായിട്ടാണ് കേട്ടോ 2 വീലറിന് മേക്കാട് പോണത്. അങ്ങനെ ഞങ്ങൾ 2 വീലറിന് മേക്കാടൊക്കെ എത്തിയിട്ടുണ്ട്. മേക്കാട് എത്തിയതിന് ശേഷം നന്നായിട്ട് ഭംഗിയായിട്ട് അന്നേരം ഞങ്ങൾ എത്തിയ സമയത്ത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഭംഗിയായിട്ട് തൊഴിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സുധുവിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആൾക്കാരൊക്കെ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ മേടിച്ച് പ്രസാദം ഞങ്ങൾക്ക് പായസമൊക്കെ പ്രസാദമൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വന്ന വഴി തന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ കഴിച്ചിട്ടാ. നല്ല അടിപൊളിയായിരുന്നു പൂരിയൊക്കെ. വീട്ടിൽ വന്ന് പിന്നെ ഇനി വെക്കേണ്ടല്ലോ എന്നോർത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ സുനിച്ചേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. സുനിച്ചേട്ടൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കയറി കാണണോട്ടാ.